പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഐക്യരാഷ്ട്രസഭയ്ക്ക് കൈമാറിയിരിക്കുന്നു. ഇന്ത്യൻ സംഘം TRF-നെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഇന്ത്യ UN ഉപരോധ കമ്മിറ്റിയുമായി ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ചയും നടത്തി. ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സഖ്യം അവിടെ എത്തുകയും അവിടെ ഇപ്പോൾ ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. UN-ൽ അത് ഏറ്റവും പ്രധാനപ്പെട്ടത് TRF, അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലുള്ള ഭീകര സംഘടന, അവരെ ഭീകര സംഘടനാ പട്ടികയിൽപ്പെടുത്തണം എന്ന അഭിപ്രായം ഇന്ത്യ മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നു. വിശദാംശങ്ങൾ. പ്രജിൻ, അല്പസമയം മുമ്പാണ് UN-ൽ നിന്ന് ന്യൂയോർക്കിലെ UN ആസ്ഥാനത്ത് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച നടന്നത്. യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിൽ രക്ഷാസമിതിയുടെ ഉപരോധ സമിതിക്ക് മുന്നിലാണ് ഇന്ത്യൻ സംഘം എത്തുകയും തെളിവുകളടക്കം ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. TRF-നെ ഒരു ഭീകര സംഘടനയെ പ്രഖ്യാപിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പം പെഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് TRF-ന് ഏത് തരത്തിലാണ് ബന്ധം, TRF-നെ എങ്ങനെയാണ് ലഷ്കർ ഇ തൈബ ഉപയോഗിക്കുന്നത്, ലഷ്കറിൻ്റെ നിഴൽ സംഘടനയെ എങ്ങനെയാണ് TRF പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്ത്യയുടെ പക്കലുള്ള തെളിവുകൾ സഹിതമാണ് ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. ആ യോഗത്തിൽ നടന്ന ഈ ചർച്ചയിൽ നടന്ന പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല. എന്നാലും ഈ യോഗം ഇങ്ങനൊരു ചർച്ച നടന്നു എന്ന കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണം വരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സംഘം ന്യൂയോർക്കിൽ തെളിവുകൾ സഹിതം ന്യൂയോർക്കിൽ എത്തിയത്. രക്ഷാ കൗൺസിലിനെ സമീപിക്കുകയും അതിലെ ഉപരോധ കമ്മിറ്റി, പ്രത്യേക കമ്മിറ്റിയാണ്, അവരുമായാണ് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. നേരത്തെ UN ഐക്യരാഷ്ട്രസഭ ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട ഒരു പ്രമേയം പാസാക്കിയെങ്കിലും അന്ന് TRF-ന്റെ പേര് ആ പ്രമേയത്തിൽ ഉണ്ടായിരുന്നില്ല. ആ പേര് ഒഴിവാക്കിയത് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണെന്ന് പാകിസ്ഥാൻ തന്നെ തുറന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ പാകിസ്ഥാന്റെ ഈ ഭീകരാക്രമണത്തിലെ പങ്ക് കൂടി UN രക്ഷാ കൗൺസിലിനെ ബോധ്യപ്പെടുത്തുക ഈ സംഘത്തിന്റെ ലക്ഷ്യങ്ങളിലുണ്ട്. പ്രജിൻ. ശ്രീനാഥ് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും.